നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി തലയിൽ മുണ്ടിടാതെ ക്ഷേത്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഒക്കെ പോകാം. ഈശ്വര ചിന്തയിലേക്ക് എത്തിച്ചേരാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടി വന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻപ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഒരു ക്ഷേത്ര പരിപാടിയിൽ വെച്ച് തൊഴുവണോ വേണ്ടേ എന്ന് ആലോചിച്ച് നിന്നത് ആ വീഡിയോ വളരെ വൈറലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ തലയിൽ മുണ്ടിട്ട് ആരാധനാലയങ്ങളിൽ പോകുന്ന അവസ്ഥയാണ് മുൻപും എപ്പോഴും ഉണ്ടായിരുന്നത്. ഒരു ഭയം തന്നെയായിരുന്നു അവർക്കുള്ളിൽ. എന്നാൽ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ മാസം 20-ാം തീയതിയും 21-ാം തീയതികളിലും ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ്, അതായത് CPM-ന്റെ യോഗമാണ് CPM അംഗങ്ങൾക്ക് മതവിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ ആശങ്ക വേണ്ട എന്ന് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതാണ് ചരിത്രമായി മാറിയിരിക്കുന്നത്. ഇത് ആദ്യമായി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി തന്നെ. പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ച് ആരാധനാലയത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വിലക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് കമ്മ്യൂണിസ്റ്റ് ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഹിന്ദു വോട്ടുകൾ വരുന്ന നിയമസഭാ ഇലക്ഷന് ഭരണം നിലനിർത്താനായി പിണറായി സർക്കാരിന് വളരെ അത്യാവശ്യമാണ്. അതിനുള്ള തന്ത്രമാണ്, അതിനുള്ള പോംവഴിയായാണ് ഈ പെട്ടെന്നുണ്ടായ ദൈവികമെന്ന് പറയാം. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിപ്പോയതായി പാർട്ടി വലിയ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈശ്വര ചിന്ത പാർട്ടി വിരുദ്ധമാണെന്നും ആരാധനാലയങ്ങളിൽ പോകുന്നതും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നതുമെല്ലാം പാർട്ടി നയങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കും എതിരാണെന്നുമുള്ള നിലപാടുകളെല്ലാം വിഴുങ്ങേണ്ടിയും അങ്ങ് മാറ്റിവെക്കേണ്ടിയും വന്നത് ഈ സാഹചര്യത്തിലാണ്. CPM കേഡറുകൾക്ക് ഇന്നു മുതൽ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കാനും തടസ്സമുണ്ടാകില്ലെന്ന് കരുതാം. സന്ദേശം സിനിമയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇനി തലയിൽ മുണ്ടിട്ട് ക്ഷേത്രം നടത്തേണ്ടി വരില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. ആയിഷ പോറ്റിയെയും MM മോനായിയെയും പോലുള്ള സമാജികർക്ക് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ തന്നെ ഇനി സത്യപ്രതിജ്ഞ ചെയ്താൽ അത് ആരും ചോദ്യം ചെയ്യില്ല. പാർട്ടി അംഗങ്ങൾക്ക് ഗൃഹപ്രവേശത്തിന് ഗണപതി ഹോമം നടത്താം. മക്കളുടെ വിവാഹം ക്ഷേത്ര സന്നിധിയിലും പള്ളിയിലും ഒക്കെ തന്നെ നടത്താം. മുൻകാലങ്ങളിലേതുപോലെ ഇതിനൊന്നും തന്നെ ഇനിയൊരു CPM പ്രവർത്തകനും പാർട്ടിയെ പേടിപ്പിക്കേണ്ടതില്ല, പേടിപ്പിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് CPM-ന്റെ ഈ മനം മാറ്റം എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പാർട്ടി അംഗങ്ങളും പാർട്ടി ബന്ധുക്കളും ഇത്തരം അനാചാരങ്ങൾ ഒഴിവാക്കി രംഗത്ത് വരേണ്ടതാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MM മോനായി, ആയിഷ പോറ്റി എന്നിവർ MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അസംബ്ലിയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പാർട്ടിക്ക് അകത്ത് തന്നെ വരുത്തിവെച്ച വലിയ അപമാനമായിരുന്നു, വലിയ വിവാദമായിരുന്നു. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നത്. ദീർഘകാലമായി പാർട്ടി അംഗങ്ങളായി തുടരുകയും ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഈ സഖാക്കൾക്ക് തങ്ങളുടെ രഹസ്യമാക്കി വെച്ചിരുന്ന ദൈവവിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ച പാർട്ടിയാകെ അപമാനിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ദൈവികമുണ്ടായത്. അത്തരത്തിൽ പരസ്യമായി പാർട്ടിയുടെ നിലപാടുകൾ ധിക്കരിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ചെയ്തികൾ പാർട്ടി ഘടകങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഈ വിഷയം അണികളിലേക്ക് ഗൗരവത്തിൽ എത്തിച്ചപ്പോൾ പാർട്ടിയുടെ എല്ലാ തലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ മോനായി പിന്നീട് പൊതുരംഗത്ത് പോലും നിശബ്ദനാക്കപ്പെട്ടു. എന്നാൽ അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും ഒരു ചരിത്ര നീക്കം, CPM-ൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒരു ചരിത്രമായ നീക്കം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നീക്കം, അതായത് ആരാധനാലയങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശിക്കാമെന്നും ഗണപതി ഹോമം നടത്താമെന്നുമൊക്കെയുള്ള ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ തുടർ ഭരണത്തിന് വേണ്ടിയുള്ള തന്ത്രമാണെന്നാണ് ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്.